ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ തലമുറയ്ക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പഴയ നാടൻ രുചിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നല്ല ഒരു മണവും പ്രത്യേക സ്വാദുമാണ് ഈ പുട്ടിന്. മീൻ കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. നോയമ്പായതുകൊണ്ട് ഞാൻ കടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. കടുമാങ്ങായും ഇതിനൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പച്ചക്കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് 4-5 ദിവസം നല്ല വെയിലിൽ ഉണങ്ങണം. ഷീറ്റ് വിരിച്ചോ അല്ലെങ്കിൽ വലിയ അലൂമിനിയം തട്ടം നിരത്തി അതിൽ നിരത്തി നന്നായിട്ട് വെയിൽ കൊള്ളിക്കണം. 4-5 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഇത് വലിയ കണ്ടെയ്നറിലാക്കി നമുക്ക് അടച്ച് സൂക്ഷിച്ചാൽ മാസങ്ങളോളം കേടാകാതെ ഇരിക്കും. ഇതിന് വെള്ളുകപ്പ എന്ന് പറയും. ഈ വെള്ളുകപ്പ പൊടിച്ചാണ് നമ്മൾ ചവ്വരി ഉണ്ടാക്കുന്നതും കപ്പപ്പൊടി ഉണ്ടാക്കുന്നതും. നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുമ്പോൾ ഈ കപ്പപ്പൊടിക്കൊക്കെ ടപ്പിയോക്ക സ്റ്റാർച്ച് എന്ന് പറയും. അതിന് നല്ല വിലയാകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. 2 പിടി വെള്ളുകപ്പ എടുത്ത് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് തരിതരിപ്പായിട്ടിത് പൊടിച്ചെടുക്കണം. അതൊരു ബൗളിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ഇനി അതിന് 1 മുറി തേങ്ങ ചുരണ്ടിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. അധികം വെള്ളം ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം കൂടിപ്പോയാൽ ഇതിന് നല്ല പശയാകും. കൈ ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് നനഞ്ഞ കൈ വെച്ചൊന്ന് നനച്ച് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് സമയം മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സായി ഒരു ചെറിയ നനവാകും. ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടി എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉരുണ്ട് വരുന്ന പരുവമാകുമ്പം പാകമായെന്ന് മനസ്സിലാകും. നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഈ പുട്ടുപൊടി നിരത്തി കൊടുക്കാം. പുട്ടുകുറ്റിയിലും നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ആവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പം നല്ലൊരു മണമാണ്. അപ്പോൾ ഇറച്ചിക്കറിയോ മീൻകറിയോ ഒക്കെ കൂട്ടി കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇങ്ങനെ കടുമാങ്ങായും കൂട്ടി കപ്പപ്പുട്ട് കഴിച്ചിരുന്ന ഒരു ഓർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ വെള്ളുകപ്പ ഉണ്ടാക്കി ഇങ്ങനെയൊന്ന് പുട്ടുണ്ടാക്കി നോക്കിയപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും